എല്ലാവർക്കും ആദ്യമായി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത്തവണത്തെ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മഹാബലിയുടെ വരവിനും ഒരു പ്രത്യേകതയുണ്ട്. ഇപ്രാവശ്യം മഹാബലി വൃത്തിയുടെ ചക്രവർത്തിയായിട്ടാണ് നമ്മളെ കാണാൻ വരുന്നത്. നാടും നഗരവും മുഴുവൻ ഓണാഘോഷത്തിൽ മുങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഹരിതചട്ടം പാലിക്കുന്ന കാര്യമാണ്. ആഘോഷ പരിപാടികളിൽ എല്ലാം ഇപ്പോൾ പൂക്കളാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓണസദ്യയുടെ സമയത്ത് പ്ലാസ്റ്റിക് കപ്പുകൾ, പ്ലാസ്റ്റിക് ഇലകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ തുടങ്ങിയവയെല്ലാം ഒഴിവാക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബ്ബുകളും കൂട്ടായ്മകളും എല്ലാം ചേർന്ന് നാടും നഗരവും മുഴുവൻ വൃത്തിയാക്കാൻ സന്നദ്ധ പ്രവർത്തനം നടത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഓണാഘോഷങ്ങൾക്ക് ശേഷവും സമാനമായ സന്നദ്ധ പ്രവർത്തനം എന്താണെങ്കിലും ഒരാഘോഷമാവുമ്പോൾ കുറച്ച് മാലിന്യം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോലും ഉണ്ടാകും. അപ്പോൾ അത് അപ്പോൾ തന്നെ നീക്കം ചെയ്യാനുള്ള നടപടികളും ഉണ്ടാവണം. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഓണാഘോഷം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 1000-ഓളം ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സമാനമായി അനേകം ആഘോഷ പരിപാടികൾ നടക്കും. എല്ലാ ആഘോഷ പരിപാടികളും കഴിയുമ്പോൾ ഉടൻ തന്നെ ആ പ്രദേശം വൃത്തിയാക്കി മാതൃക കാണിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. മറക്കാതിരിക്കുക ഹരിതചട്ടം പാലിക്കാൻ. ഇപ്രാവശ്യം മഹാബലി വൃത്തിയുടെ ചക്രവർത്തിയായിട്ടാണ് നമ്മളെ കാണാൻ വരുന്നത്.